ധനമന്ത്രിയും സർക്കാരും ഒക്കെ ജോസഫിന് ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും പെൻഷൻ കാരണം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? മര്യാദക്ക് തത്ത പറയുന്ന പോലെ പറഞ്ഞോണം. പെൻഷൻ കുടിശ്ശികയെ കുറിച്ച് പറയുന്നത് കേട്ടത് 3-4 വർഷക്കാലത്തെ കുടിശ്ശിക കിടന്നതുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ മുമ്പിൽ ഇപ്പൊ അദ്ദേഹം മരിച്ചതിന് ശേഷമായാലും ഈ ജനുവരി ഉള്ളല്ലോ. ഇതാണ് സത്യം. വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം. വിശ്വസിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടേ ഉണ്ട്. മരണപ്പെട്ട ജോസഫിന് മാത്രമായി പെൻഷൻ വിതരണം ചെയ്തിട്ടുണ്ടോ ശ്രീ ചിത്തരഞ്ജൻ? എല്ലാവർക്കും കൊടുക്കാനുള്ള കുടിശ്ശിക അല്ലാതെ ജോസഫിന് മാത്രമായി 2-3 വർഷത്തെ കുടിശ്ശിക ഉണ്ടോ? അല്ല, എല്ലാവർക്കും കൊടുക്കാനുള്ള കുടിശ്ശിക എത്രയാണ്? എന്റെ പറശ്ശിനിക്കട മുത്തപ്പ എന്നെ എടുത്തിട്ട് പരീക്ഷിക്കുകയാണോ? 4 മാസത്തെ കുടിശ്ശിക. 4 മാസത്തെ കുടിശ്ശിക. 4 മാസത്തെ എത്ര രൂപ വരും? അത് ഞാൻ എണ്ണിട്ടില്ല. എണ്ണി നോക്കിയിട്ട് കൃത്യമായിട്ട് അറിയിക്കാം. സാറൂടെ ഉണ്ടാവില്ല. കണക്ക് ചോദിക്കാൻ എന്തുമാത്രം ആൾക്കാരാ. 4 മാസം എല്ലാവർക്കും കൊടുക്കാനുള്ള കുടിശ്ശിക ജോസഫിനും ഉണ്ടെന്നുള്ള കാര്യത്തിൽ വല്ല തർക്കമുണ്ടോ? അപ്പോൾ ഈ നവംബർ ഡിസംബർ മാസത്തിൽ കൊടുത്ത പെൻഷൻ ഏതാണ്? കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. എന്തുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നത്? ഇന്ന് ധനമന്ത്രിയും നിങ്ങളും എല്ലാവരും ബാധിക്കുന്നത് ജോസഫിന് പെൻഷൻ കാരണം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടില്ല എന്ന്. എന്തടിസ്ഥാനത്തിൽ ശ്രീ ചിത്തരഞ്ജൻ? വിളച്ചിലെടുക്കല്ലേ? ചൊറി വന്നിരിക്കുമ്പോഴാ ചൊറുതണം കൊണ്ട് അടിക്കുന്നത്. അല്ല, ചൊറിക്ക് നല്ല ബെസ്റ്റ് മരുന്ന് ഇറങ്ങിയിട്ടുണ്ട് ചേട്ടാ, ബിടെക്സ്. ഞാനിപ്പോ മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു മോശം അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വം ചെയ്തെന്ന് പറയാനോ ഒന്നും ഞങ്ങൾ തയ്യാറാകുന്നില്ല. പക്ഷെ അതാണ് ഇത് സർക്കാരിൽ നിന്ന് ജനങ്ങൾക്ക് അവകാശപ്പെട്ട പണമാണ് പെൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ മോശപ്പെട്ടെന്തോ പറയാനുള്ളത് കൊണ്ട് പറയാതിരിക്കുന്നു എന്ന തരത്തിലുള്ള അത് ശരിയല്ല. വെളിപ്പറയരുത് കേട്ടോ, നാണക്കേടാണ്. താങ്കൾ പറയൂ ശ്രീ ചിത്തരഞ്ജൻ, എന്തുകൊണ്ടാണ് ജോസഫ് ആത്മഹത്യ ചെയ്തത്? അവിടെ ഒന്നും വെച്ചേക്കല്ലേ. സർക്കാർ പറയൂ, ഇതല്ല കാരണമെന്ന് സർക്കാരിന് ബോധ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ജോസഫ് ആത്മഹത്യ ചെയ്തത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണമല്ലോ. ഉത്തരം പറഞ്ഞാൽ പിന്നെയും ചോദ്യമോ? ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിയമസഭയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞതാണ് ഞങ്ങൾക്ക് ബോധ്യമുള്ള കാര്യം. അതിനപ്പുറത്തേക്ക് എനിക്ക് അതേ സംബന്ധിച്ച് ഒന്നും പറയാനില്ല. ശരി, പോട്ടെ. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാ.